അതിരാവിലെ കൊതിയോടെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഐറ്റം ഉണ്ട്. ഇപ്പൊ എല്ലാവർക്കും പിടികിട്ടി കാണും എന്താണെന്ന്. നമ്മുടെ പൂവടയാണ്. പിന്നെ ഞാൻ ഷെയർ ചെയ്യുന്നത് പൂവടയുടെ റെസിപ്പിയാണ്. അപ്പൊ ഞാൻ ആദ്യം ചെയ്യുന്നത് ശർക്കര ഒന്ന് വിളയിച്ചെടുക്കലാണ്. ഞാനപ്പോ ഒരച്ച് ശർക്കരയാണ് എടുക്കുന്നത്. ശർക്കര ഉരുകാനുള്ള വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. സ്റ്റവിലോട്ട് വെച്ച് കൊടുക്കാം. അവിടെ നിന്ന് ഉരുകട്ടെ. അടയ്ക്കുള്ള മാവ് ഞാൻ നേരത്തെ അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇപ്പൊ കണ്ടാൽ മനസ്സിലാവും ഇച്ചിരി ലൂസ് കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത്. ഇപ്പൊ നേദിക്കുന്ന ഇലയിടയിൽ ഉപ്പിടാറില്ല. ഞാൻ ഇപ്പൊ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇതിലേക്ക് ഒരു ഇച്ചിരി നെയ്യും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ശർക്കര കരിഞ്ഞെന്ന് തോന്നുന്നു. ഞാൻ ശർക്കര ചെറുതായിട്ടൊന്ന് അരിച്ചു മാറ്റിയിട്ടുണ്ട്. തേങ്ങ ആഡ് ചെയ്യുന്നുണ്ട്. ഇതിലേക്കും ഞാൻ ഒരല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ മാവ് എത്രയും തിന്നാക്കി പരത്താൻ പറ്റുമോ അത്രയും തിന്നാക്കി പരത്താം. അപ്പൊ ഞാൻ ഈ ഒരു